ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങൾക്ക് വേണ്ടി 10 പെയറാണ് എടുത്തേക്കണത് ബ്രീഡ് ചെയ്യിപ്പിക്കാനായിട്ട്. അതും 10 വെറൈറ്റിയുള്ള 10 പെയറാണ് എടുത്തേക്കണത്. പിന്നെ ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വേറൊന്നല്ല, നമ്മൾ 10 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ 5 മിനിറ്റുള്ള വീഡിയോ ആണ്, നിങ്ങൾ മിസ്സാക്കാണ്ട് കാണാം. പിന്നെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക, അഭിപ്രായം പറ. നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം മാത്രം ചോദിക്കുന്നുള്ളൂ. ഇതുപോലെ ഫൈറ്റർ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടണമെന്ന് നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടോളൂ. അതിൻ്റെ ടിപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോണത്. ഇന്തോനേഷ്യൻ ലൈനായിട്ടുള്ള ഫുൾ റെഡിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, 10 പെയറിനെയാണ് ബ്രീഡിങ്ങിനായിട്ട് ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത്, കണ്ടീഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയൊരു ടിപ്പാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് പെയർ വിയറ്റ്നാം ലൈനായിട്ടുള്ള ഹെൽബോയ് ആണ്, റെഡ് ഹെൽബോയ് ആണ് കേട്ടോ. ഫസ്റ്റ് ടിപ്പായിട്ട് തന്നെ പറയണത് ബോഡി ഷേപ്പാണ്. നമ്മൾ ഫിഷിന് എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ബോഡി, ഫിൻ ക്വാളിറ്റി ഇതെല്ലാം നോക്കാം. എന്നാൽ മാത്രമേ നിങ്ങളിതിനെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുഞ്ഞുങ്ങളും നല്ല രീതിയിലുള്ള ബോഡി ഷേപ്പും നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട നമ്പർ 1 ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ പെയർ ബ്ലൂ ഡംബോണ് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അതിൽ രണ്ടാമത്തെ ടിപ്പ് ആക്ടിവിറ്റി, അതായത് നല്ല ആക്റ്റീവായിരിക്കണം. ഇതെപ്പോഴും ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഫീമെയിലിനെ കാണുമ്പോൾ അഗ്രഷൻ ചെയ്യണതും ഫ്ലെയറൊക്കെ ചെയ്യണതും ഒരു നല്ല ലക്ഷണമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഫിഷ് എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഫീഡ് എടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പ്രത്യേകിച്ച് മെയിൽ ഫിഷ് നല്ല ബബിൾസൊക്കെ ഇടുന്നെങ്കിൽ നല്ലതാണ് കേട്ടോ. മൂന്നാമത്തെ പേര് ബ്ലാക്ക് ഡ്രാഗൺ. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഏത് ഫിഷിനെടുത്താലും ഫിൻ ക്വാളിറ്റി ബെറ്റർ ആയിരിക്കണം. ഫിൻ ക്വാളിറ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് അടുത്ത ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. എങ്കിലും അത്യാവശ്യം ഫിൻ ക്വാളിറ്റി ഉള്ള ഫിഷ് തന്നെയാണ് ഈ കാണുന്നത്. ഇതിനെ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ സ്റ്റാർ വന്നേക്കണത്, ഇതിൻ്റെ കറക്റ്റ് ടെയിലും എല്ലാം ഒരു കറക്റ്റ് ഡി ഷേപ്പിലൊക്കെയാണ് വന്നേക്കണത്. ആ ഒരു മോഡൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നാലാമത്തെ പേര് സൂപ്പർ റെഡ് HMPK. ഫിഷിനെടുക്കുമ്പോൾ എപ്പോഴും കളറുകൾ ശ്രദ്ധിക്കുക, അതാണ് നാലാമത്തെ ടിപ്പ്. ബ്രീഡിങ്ങിന് വേണ്ടി നിങ്ങൾ ഫിഷിനെ വാങ്ങുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നാലാമത്തെ ടിപ്പ്, അതായത് കളറ് ശ്രദ്ധിക്കുക എപ്പോഴും. ഉദാഹരണത്തിന് നിങ്ങൾ റെഡിനെയാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ വൈറ്റ് കളർ ചെറിയ സ്പോട്ട് പോലെ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ബ്ലാക്ക് പോലെ കയറിയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ളത് പരമാവധി വാങ്ങാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊരു നാലാമത്തെ ടിപ്പാണ്. നമ്മൾ അഞ്ചാമത്തെ പെയർ എടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ കണ്ണുകളാണ്. നമ്മളെപ്പോഴും ബീറ്റാ ഫിഷിനെ എടുക്കുമ്പോൾ അതിൻ്റെ കണ്ണുകൾ നല്ല പക്ക ക്ലിയർ ആയിട്ടുള്ള കണ്ണുകളാണോ എന്ന് ശ്രദ്ധിക്കുക. ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ബീറ്റാ ഫിഷിനെ ബ്രീഡിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ വളർത്താൻ വേണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ കണ്ണുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഫിഷിന് എപ്പോഴും കണ്ണുകൾ നോക്കി എടുക്കുമ്പോൾ എപ്പോഴും ക്ലിയർ ആയിരിക്കണം, നല്ല ഗ്രീനിഷ് കളർ, ബ്ലാക്കിഷ് കളർ വരണം. ഇങ്ങനെയൊക്കെയാണ്. പെയർ നമ്പർ 6 കേട്ടോ, അത് ഹെൽബോയ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗില്ലിൻ്റെ പ്രശ്നമാണ്, അതായത് ഈ എപ്പോഴും ചെകിള ഓപ്പൺ ആയിട്ടിരിക്കുന്ന കുറച്ച് ഫിഷുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോസിലൊക്കെ. അത് നമ്മൾ എടുക്കരുത്, അത് കുറച്ച് അസുഖങ്ങളും കുറച്ച് ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ പെയർ നമ്പർ 7, ഇതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് ഏജാണ്. നമ്മളെപ്പോഴും ഫിഷിനെ എപ്പോഴും വാങ്ങുമ്പോൾ അത് സെമി അഡൽട്ട് ആയിട്ടുള്ള ഫിഷുകളെ വാങ്ങാൻ ശ്രമിക്കുക. 3-4 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം, കേട്ടല്ല. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അടുത്ത പെയർ നമ്മൾ കാണിക്കുന്നത് 8ാമത്തെ പെയറാണ്, 8, അതായത് സൽമാൻഡർ ഡംബോണ്. ഇതിനെപ്പറ്റി പറയണമെങ്കിൽ ഇതിൻ്റെ ബ്ലഡ് ലൈൻ നന്നായിരിക്കണം. പിന്നെ അസുഖമുള്ള പാരൻറ്റുള്ള കുട്ടികളെ നമ്മൾ എടുക്കണ്ട, തീർത്തും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മിക്സാക്കി ബ്രീഡാക്കി എൻ്റെ പാരൻ്റ് ഉണ്ടാകും, അതിനെയും എടുക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ എടുക്കുമ്പോൾ ജെന്യുവനായിട്ടുള്ള സാധനം മാത്രം എടുക്കുക. പെയർ നമ്പർ 9 ബ്ലാക്ക് കോപ്പർ ഗോൾഡാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പെയറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സെയിം ലൈനായിട്ടുള്ളത്, അതും ബ്ലാക്ക് കോപ്പർ ഗോൾഡ് ആണെങ്കിൽ അത് തന്നെ സെയിം ആയിട്ടുള്ള ഫീമെയിലിന് എടുക്കുക, റെഡ് ആണെങ്കിൽ അത് തന്നെ റെഡ് ആയിട്ടുള്ള ഫീമെയിലിന് എടുക്കുക. അങ്ങനെ സെയിം ഫീമെയിലും സെയിം മെയിലിന് എടുത്തിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ നോക്കാം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പെയറുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ പറയണത് ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയണത്, എൻ്റെ എക്സ്പീരിയൻസുകളാണ്. അടുത്ത് പെയർ 10 ആണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി, ഫിഷിൻ്റെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും നോക്കണം. ആക്ടിവിറ്റി, ക്വാളിറ്റി ഇതെല്ലാം നോക്കണം. ആ ഒരു ഇതിൽപ്പെട്ടതിനെ കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പെയറിനൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിച്ചെടുക്കുക, എന്നാൽ മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബ്രീഡിങ്ങിന് ഫിഷിനെ എടുത്തിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്യുക.
എടുത്തിട്ട് അപ്പം തന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല. നമ്മുടെ വെള്ളവും നമ്മുടെ ഫുഡും നമ്മുടെ ക്ലൈമറ്റൊക്കെ ആയിട്ട് മാച്ചായിട്ട് അവിടെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ നോക്കുക. എങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ.